ഒരു വീട്ടിൽ കല്യാണം നടക്കുക. എല്ലാരും വന്നിട്ട് ഇങ്ങനെ കല്യാണ പന്തലിലേക്ക് കയറി വരുമ്പോ പന്തലിന്റെ മുന്നിൽ നിന്നിട്ട് വരുന്ന അതിഥികളെ മുഴുവൻ ആതിഥേയനെ പോലെ സ്വീകരിക്കേണ്ട ഗൃഹനാഥൻ എന്തോ ഒരു ഘനീഭവിച്ച ദുഃഖഭാരം പേറിയിട്ട് ആരോടൊരു പ്രസന്നത പ്രകടിപ്പിക്കാതെ അദ്ദേഹം ഇങ്ങനെ ഒരു ദുഃഖത്തിന്റെ നിഴലാട്ടം മുഖത്ത് പ്രകടമാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. അദ്ദേഹത്തിന്റെ ഏറ്റവും ക്ലോസ് ആയ 1-2 സുഹൃത്തുക്കൾ പന്തലിന്റെ പിറകിലേക്ക് കൊണ്ടുപോയി ചോദിച്ചു, എന്താ നിനക്ക് ഇന്നൊരു വിഷാദം, എന്തൊരു സങ്കടം, എന്റെ മോളെ കല്യാണമല്ലേ? അപ്പൊ ഇയാളെ മനസ്സോട് പൊട്ട്. ഒരു പ്രഷർ കുക്കർ അവസാന വിസിലടി അടിക്കും പോലെ ഒരാള് നമ്മളോട് എന്താ നിന്റെ സങ്കടം എന്ന് ചോദിക്കുമ്പോ ഒരാൾ ചോദിച്ചല്ലോ എന്നുള്ള അർത്ഥത്തിൽ നമ്മളെ ദുഃഖം മൊത്തം അണ പൊട്ടി ഒഴുകാറുണ്ട് ചില സമയത്ത്. അത് പ്രഷർ കുക്കറാണ്. ഈ മനുഷ്യനോട് കരഞ്ഞു, ഈ കരയല്ലേ എന്റെ മകളെ കല്യാണാണെന്ന്, ഇന്ന് കരയേണ്ട ദിവസമല്ല എന്ന് പറഞ്ഞു. 2 സുഹൃത്തുക്കളുടെ തോളിൽ കൈവച്ച് ഈ മനുഷ്യൻ പറഞ്ഞെന്താ അറിയോ, എന്റെ 25-കാരനായ മോനാണ് ഈ പന്തലിന്റെ ഗേറ്റിൽ നിന്നിട്ട് ഈ വരുന്ന നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യേണ്ട ആള്. അവൻ ഇന്ന് ജില്ലയിലെ പേരുകേട്ട ഡി അഡിക്ഷൻ സെന്ററിലെ ഹോസ്പിറ്റലിന്റെ സെല്ലിൽ കഴിയാണ്. ഇന്നലെ വൈകുന്നേരം ഞാനും എന്റെ പെണ്ണുങ്ങളും കാർ എടുത്തിട്ട് അവനെ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണാൻ പോയിട്ട് ഡോക്ടറോട് കൈ കൂപ്പിയിട്ട് പറഞ്ഞു, സാറേ മാനം കെടുത്തരുത്, നാളെ രാവിലേക്ക് നടക്കണ പരിപാടിക്ക് ഇന്ന് ഞങ്ങളെ വണ്ടിയിൽ ഞങ്ങളെ മോനെ ഒന്ന് നിങ്ങൾ വിട്ടു തരണം. ഡോക്ടർ തിരിച്ചു കൈകൂപ്പിയിട്ട് പറഞ്ഞെന്താറിയോ, നിങ്ങൾ മാനം കെടാതിരിക്കണമെങ്കിൽ ഇവനെ കൊണ്ടുപോകാതെ നിങ്ങൾ തിരിച്ചു പോകണം. ഇവനെ കൂട്ടിയാൽ നിങ്ങൾ മാനം കെടും. കാരണം ഇപ്പൊ ഞങ്ങൾ മെഡിസിൻ ഒക്കെ കൊടുത്ത് ആൾക്ക് അങ്ങനെ ഒരു മാനസിക ശാന്തത കിട്ടാനുള്ള ഒരു ആംബിയൻസ് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളെ മെഡിസിനോട് അവന്റെ ശരീരം അങ്ങനെ പ്രതികരിച്ച് തുടങ്ങുന്ന സമയമാണ്. ഇപ്പൊ സെല്ലില് അവന്റെ കൂടെ ഉള്ളവരെ അവൻ ആക്രമിക്കുന്ന ഒരു സമയമാണ്. കാരണം ഈ പൊടി കഴിച്ച് ശീലിച്ചവനാണ്, ഈ ഞരമ്പ് തെരഞ്ഞു പിടിച്ചിട്ട് ഇഞ്ചക്ട് ചെയ്ത് ശീലിച്ചവനാണ്. അത് ഒരു 10-20 ദിവസം കിട്ടാത്തതിന്റെ ഹാങ് ഓവർ അവന്റെ സ്വഭാവത്തിൽ കൃത്യമായി പ്രകടാകും. നാളെ അവൻ തല്ലും ബഹളും ഉണ്ടാക്കും. അതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ മൊത്തം മാനം കെടും. അതുകൊണ്ട് ഉപ്പിയും ഇപ്പൊ തിരിച്ചു പോയിക്കോ, നാളെ നിങ്ങളെ കുട്ടിയെ ശാന്തനായി നിങ്ങൾക്ക് കിട്ടണം എന്ന ഒരു ലക്ഷ്യം, ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക. ഇങ്ങനെ സ്വന്തമായി നിർമ്മിക്കാതെ ആരോ നിർമ്മിച്ച ഇരുമ്പ് അറകൾക്കുള്ളില് ജന്മനാ മാനസിക രോഗിയാവാതെ ഏതോ ഒരു സൗഹൃദം വഴിമാറി സഞ്ചരിച്ചതിന്റെ പേരിൽ ലഹരിയുടെ പിടിമുറുക്കത്തിൽ അകപ്പെട്ടു പോയതിന്റെ പേരിൽ മാന്യായി ജീവിക്കാൻ കഴിയാത്ത കുറെ കുട്ടികള് മലപ്പുറത്തും മഞ്ചേരിയും തിരൂരൊക്കെ സെല്ലില് കഴിയുന്നുണ്ട് എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. പൊതുപ്രവർത്തകരായ ക്ലബിന്റെ മെമ്പർമാർക്ക് കിട്ടുന്നത് സൊസൈറ്റിയുടെ എല്ലാ തുറകളിലും കണക്ഷനുള്ള ഒരു വലിയ ജനറേഷനെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ദഅവത്തിന്റെ സ്കോപ്പ് ബൃഹത്തായതാണ് എന്നാണ് ഞാൻ ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്ന ഈ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ